എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 മലയാളം പാഠപുസ്തകത്തിലെ തനതിടം എന്ന 2ാമത്തെ അധ്യായത്തിലെ 3ാമത്തെ പാഠഭാഗമായ പദത്തിൻ്റെ പദത്തിൽ എന്ന പാഠഭാഗമാണ്. സംഗീതം, അഭിനയം, നൃത്തം തുടങ്ങിയവ ചേർന്ന ഒരു സംയുക്ത ക്ലാസിക് കലയാണ് കഥകളി. ഇതിൽ അഭിനയത്തെ പോലെ തന്നെ മുന്നണി സംഗീതത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. കഥകളി അരങ്ങിൽ പിൻഭാഗത്ത് 2 ഗായകർ ചേർന്നാണ് കഥകളി സംഗീതം ആലപിക്കുന്നത്. പ്രധാന ഗായകൻ പൊന്നാനി എന്നും സഹഗായകൻ ശിങ്കിടി എന്നും അറിയപ്പെടുന്നു. ഇത്തരത്തിൽ കഥകളി സംഗീതത്തിൽ എടുത്തു പറയേണ്ട ഒരാളാണ് കലാമണ്ഡലം ഹൈദരലി. ജാതിമത ചിന്തകൾ മാറ്റിവെച്ച് സംഗീത പഠനത്തിന് ഇറങ്ങി തിരിച്ച ഇദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകൾ സമൂഹത്തിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഹൈദരലിയുടെ ഒരു അനുഭവക്കുറിപ്പാണ് പദത്തിൻ്റെ പദം എന്നു പറയുന്ന പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. മഞ്ജുതരം എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കുവാനുള്ള പദത്തിൻ്റെ പദത്തിൽ. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. മൊയ്തൂട്ടിക്ക് വയസ്സുകാലത്തുണ്ടായ മകനാണ് ഹൈദരലി. 9 പ്രസവിച്ച് ഇനി പ്രസവിക്കില്ല എന്ന് കരുതിയിരുന്ന പാത്തുമ്മയെയും ഓട്ടുപാറയിലെ പാട്ടുകാരനായ മൊയ്തൂട്ടിക്കും വയസ്സാൻ കാലത്ത് ഉണ്ടായ മകനാണ് ഹൈദരലി. നാട്ടുകാരെല്ലാവരും ഈ വിസ്മയം പറഞ്ഞ് രസിക്കാൻ തുടങ്ങിയപ്പോൾ നാണം കൊണ്ട് ഹൈദരലിയുടെ ഉമ്മ മാറി താമസിച്ചു. ആർക്കും ആവശ്യമില്ലാത്ത ജന്മമായി ഉമ്മയുടെ വയറ്റിൽ ഞാൻ വളർന്നു എന്നാണ് ഹൈദരലി പറയുന്നത്. എന്നാൽ ഉമ്മ വെറ്റതോ വികൃത രൂപത്തിലുള്ള ഒരു ചെറുക്കനെ. പടച്ചോൻ തരണതല്ലേ എന്ന ദൈവകൃപയിൽ വിശ്വസിച്ച ബാപ്പ ഹൈദരലിയെ ഒരുപാട് സ്നേഹിച്ചു. പക്ഷേ 5 വയസ്സുവരെ മാത്രമേ തൻ്റെ ബാപ്പയുടെ സ്നേഹം ഹൈദരലിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഹൈദറിൻ്റെ തല കണ്ടപ്പോഴേക്കും മൊയ്തൂട്ടി പോയി എന്നായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൂടി പറയാൻ ഒരു പാഴ്ജന്മമായി ഞാൻ വളർന്നു എന്നാണ് ഹൈദരലി പറയുന്നത്. അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്, അനേകം നിർഭാഗ്യങ്ങളോടൊപ്പം സംഭവിച്ച ചില ഭാഗ്യങ്ങളുടെ പേരിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത് എന്ന്. ആ ഭാഗ്യത്തെക്കുറിച്ചാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ പറയാനുള്ളത്. ഹൈദരലിയുടെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ വാപ്പ അദ്ദേഹത്തെ മടിയിൽ ഇരുത്തിയിട്ട് പഴയ സിനിമാ പാട്ടുകളൊക്കെ കേൾപ്പിക്കാറുണ്ടായിരുന്നു. ഹൈദരലിക്ക് ധാരാളം പാട്ടുകളൊക്കെ പാടിക്കൊടുത്തിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വാപ്പ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നത്. അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്, അതിനപ്പുറം തരാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു എന്ന്. അപ്പോൾ ഹൈദരലിക്ക് അദ്ദേഹത്തിൻ്റെ വാപ്പ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടിക്കൊടുത്തത് എന്തുകൊണ്ടായിരുന്നു? അദ്ദേഹം പാട്ടുകൊണ്ട് പുലരുമെന്ന് അദ്ദേഹത്തിൻ്റെ വാപ്പ വിശ്വസിച്ചിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, സംഗീതത്തെക്കുറിച്ചും എന്നെക്കുറിച്ചും പറയേണ്ടി വരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ വാപ്പയുടെ ഈണം കേൾക്കുന്നു എന്ന്. അത്രയും മനോഹരമായ ഒരു ബന്ധമായിരുന്നു ഹൈദരലിയും തൻ്റെ വാപ്പയും തമ്മിലുണ്ടായിരുന്നത് എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം. അദ്ദേഹം ഒരു വികൃത രൂപത്തിലായിരുന്നിട്ട് പോലും, നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഏറെ ഉണ്ടായിരുന്നിട്ട് പോലും തൻ്റെ മകനെ ആ ബാപ്പ എത്രത്തോളമാണ് സ്നേഹിച്ചത് എന്ന് നമുക്ക് അദ്ദേഹം ഈ പാഠഭാഗത്തിൽ തൻ്റെ വാപ്പയെക്കുറിച്ച് പറയുന്ന ഓരോ വരികളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അന്നത്തെ 4ാം ക്ലാസ്സിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിച്ചു. തുടർന്നുള്ള കാലം സംഗീതം പഠിക്കാനായിരുന്നു ഹൈദരലിയുടെ നിയോഗം. ആ കാലഘട്ടം കലാമണ്ഡലത്തിൽ കുട്ടികളെ എടുക്കുന്ന കാലമായിരുന്നു. ശിവരാമൻ നായർ എന്ന വ്യക്തി ഹൈദരലിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. എന്നിട്ട് കലാമണ്ഡലത്തിലേക്ക് അപേക്ഷ അയച്ചു. കലാമണ്ഡലത്തെക്കുറിച്ച് ഹൈദരലിക്ക് യാതൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ 1957 മേയിൽ ഹൈദരലിയും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും കൂടി ഇവരുടെ സ്വന്തം നാടായ ഓട്ടുപാറ എന്ന സ്ഥലത്ത് നിന്നും കലാമണ്ഡലത്തിലേക്ക് യാത്ര തിരിച്ചു. പക്ഷേ കലാമണ്ഡലത്തിലേക്ക് തന്നെ എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്നുപോലും ഹൈദരലിക്ക് അറിയില്ലായിരുന്നു. കലാമണ്ഡലത്തിലെത്തിയതും അദ്ദേഹത്തിൻ്റെ അന്താളിപ്പ് വർദ്ധിച്ചു. അന്താളിപ്പ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അവിടെ നിറയെ ആളുകളാണ്. കുട്ടികളും രക്ഷിതാക്കളുമായി അനവധി പേര് അവിടെ ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ഹൈദരലി പകച്ചു നിന്നു. അങ്ങനെ അവിടെയുള്ളവരെ എല്ലാം നോക്കിയപ്പോൾ അവിടെ വന്നവരിൽ ഒട്ടും കാണാൻ നന്നല്ലാത്തത് ഹൈദരലി മാത്രമാണെന്ന് അയാൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ എന്നെ കലാമണ്ഡലത്തിലേക്ക് എടുക്കുമോ എന്ന് ഹൈദരലിക്ക് വളരെയധികം ഭയമുണ്ടായി. അങ്ങനെ ഹൈദരലിയുടെ ഊഴം വന്നപ്പോൾ ഹൈദരലിയെ വിളിച്ചു. മഹാകവി വള്ളത്തോൾ മുകുന്ദരാജ, കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ, കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്നിവരൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ജഡ്ജസ് എന്ന് പറയുന്നത്. അങ്ങനെ 2-3 പാട്ടുകളൊക്കെ ഹൈദരലിയെ കൊണ്ട് പാടിപ്പിച്ചതിന് ശേഷം ഇനി നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. പിന്നീടുണ്ടായിരുന്ന ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഒപ്പം വന്ന ജ്യേഷ്ഠനോടായിരുന്നു. അവരെന്തായിരുന്നു ജ്യേഷ്ഠനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ഇവിടെ കുട്ടിയെ എടുത്താൽ സമുദായത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ എന്നായിരുന്നു. അതിന് മറുപടിയായിട്ട് ഇല്ല, എതിർപ്പൊന്നും ഉണ്ടാവില്ല, ഉറപ്പു തരാമെന്ന് ജ്യേഷ്ഠൻ അവരോട് പറഞ്ഞു.